ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. കുഞ്ഞിനെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന ശാരികയോട് ശാലിനി പറയാം, എൻ്റെ ചേച്ചി ഞങ്ങളൊക്കെ കഷ്ടപ്പെടുന്ന എന്തിനാ? ചേച്ചി നന്നായിട്ട് ജീവിക്കാൻ വേണ്ടിയല്ലേ? നമുക്ക് പ്രാർത്ഥിക്കാം. ഇത്രയും നാൾ നമ്മളെ നോക്കിയ സർവേശ്വരന് അത്ര പെട്ടെന്നൊന്നും നമ്മളെ കൈവിടാനാവില്ല. ശാലിനി, നീ പറ, അടുത്ത ദിവസമെങ്കിലും എനിക്ക് എൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണാൻ പറ്റുമോ? ചേച്ചി, ഇതൊരു ഹോസ്പിറ്റലല്ലേ, ഒരുപാട് ആൾക്കാർ വന്നു പോകുന്നതല്ലേ, ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത് കിട്ടിയ കുഞ്ഞല്ലേ, കുഞ്ഞിന് വല്ല ഇൻഫെക്ഷനോ മറ്റോ വന്നാലോ? അതുകൊണ്ടാണ് ചേച്ചി ഞാനിതിനെ തടസ്സം നിൽക്കുന്നത്. എൻ്റെ ശാലിനി, എനിക്ക് എൻ്റെ കുഞ്ഞിനെ ഒന്ന് കണ്ടാൽ മാത്രം മതി, അപ്പം തന്നെ നീ ഞാൻ കൊണ്ടുപോയിക്കും. കുഞ്ഞിനെ കാണാൻ വേണ്ടി വിങ്ങിപ്പൊട്ടിക്കരുന്ന ചേച്ചിയുടെ മുഖത്ത് നോക്കി നീ എങ്ങനെ നുണ പറയുമെന്നറിയാതെ ശാലിനി ഇങ്ങനെ മിണ്ടാതിരിക്കുക. എന്താ മോളെ നീ ഒന്നും മിണ്ടാത്തത്? എൻ്റെ കുഞ്ഞിനെ കാണുമ്പോൾ എനിക്കൊരു ആശ്വാസം കിട്ടുമോ? അതിനു വേണ്ടിയല്ലേ. എനിക്ക് എൻ്റെ പൊന്നുമോളെ മാറോട് ചേർത്തൊന്ന് പിടിക്കണം, ആ നെറ്റിയിലൊരു ഉമ്മ കൊടുക്കണം, അത്ര മാത്രം മതി ശാലിനി. നീ നാളെ വരുമ്പോൾ എൻ്റെ മോളെ കൊണ്ടുവരുമോ ശാലിനി? ആ, കൊണ്ടുവരാൻ ചേച്ചി എന്നിങ്ങനെ ശാലിനിയും പറയുക. അതെങ്കിലും എനിക്കൊന്ന് സാധിച്ചു തരുമോ എന്നൊക്കെ വിങ്ങിപ്പൊട്ടിക്കരയുന്ന ശാരികയുടെ മുന്നിൽ എങ്ങനെ എൻ്റെ ചേച്ചിയുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടെന്ന് പറയും. ശാരികയുടെ മുന്നിൽ ഇങ്ങനെ സങ്കടം കടിച്ചു പിടിച്ച് ശാലിനി നിൽക്കുക. അപ്പോഴവിടെ നിൽക്കുന്ന സിസ്റ്റർ പറയുന്നുണ്ട്, അയ്യോ അധികം സംസാരിപ്പിക്കല്ലേ ശാരികയെ. ശാലിനിക്കതൊരു രക്ഷയായിട്ട് കരുതി ശാലിനി പെട്ടെന്ന് ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് പോവുക. ശിവന്റെ മുന്നിൽ സങ്കടത്തോടെ ശാലിനി പറയാം, നാളെ ചേച്ചിയെ കുഞ്ഞിനെ കൊണ്ടുവന്ന് കാണിക്കാമെന്ന് ഏറ്റിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോന്നിരിക്കുന്നത്. കുഞ്ഞിൻ്റെ സാമീപ്യം ശാരിയേച്ചിയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കും. ശാരിയേച്ചിയെ ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരാനും സാധിക്കും. അത്രത്തോളം മോളെ കാണാൻ ശാരിയേച്ചി ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് കണ്ടുപിടിക്കാൻ ശാലിനി, താൻ ധൈര്യത്തോടെ ഇരിക്കുക. ഒരമ്മ തൻ്റെ കുഞ്ഞിനെ കാണണമെന്ന് അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കുക തന്നെ ചെയ്യും, ഇത് ഉറപ്പ്. ഈ സമയം ശാന്ത കുടുംബശ്രീ വീട്ടിട്ട് വന്ന് ശ്യാമയെ വിളിച്ചിട്ട് ഹോട്ടലിൻ്റെ ചാവി ചോദിക്കുക. ശ്യാമ അങ്ങോട്ട് വന്ന് ശാന്തയെ കണ്ടമാനം വഴക്ക് പറയുന്നുണ്ട്. നിങ്ങളിത് എവിടെയായിരുന്നു? ഹോട്ടലിലെ പണി ഏൽപ്പിച്ചപ്പോൾ നിങ്ങളത് കളഞ്ഞിട്ട് എങ്ങോട്ടാണ് പോയത്? അത് ശാലിനി കുഞ്ഞ് ആ കുഞ്ഞിനെ നോക്കാൻ അങ്ങോട്ട് വിളിച്ചപ്പോൾ നിങ്ങൾ അങ്ങ് പോയി. നിങ്ങളെവിടെ ജോലിക്ക് നിർത്തിയത് ആരാ? എൻ്റെ അമ്മയല്ലേ. നിങ്ങൾ ഇവിടെ ഇല്ലാതെ ഞാൻ എത്രത്തോളം കഷ്ടപ്പെട്ടെന്നറിയോ? നിങ്ങൾക്ക് വരാൻ വയ്യെങ്കിൽ അതങ്ങ് പറയണം, ഞങ്ങൾ വേറെ ആളുകളെ വെക്കുമായിരുന്നല്ലോ. ഇപ്പം പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അവിടുത്തെ കൊച്ചിനെ നോട്ടമൊക്കെ മതിയാക്കിയോ? അതോ ഇവിടുത്തെ പോലെ അവിടെയും പകുതിക്ക് വിട്ടിട്ട് ഇങ്ങ് പോന്നോ? അയ്യോ, ശ്യാമക്കുഞ്ഞപ്പോൾ കാര്യമൊന്നും അറിഞ്ഞില്ലയോ? ശാരിയയുടെ കുഞ്ഞിനെ ആരോ എടുത്തോണ്ട് പോയി. ശാരിയേച്ചിയുടെ കുഞ്ഞിനെ എടുത്തോണ്ട് പോയത്? ആ മഹാഭാഗ്യം. അല്ലെങ്കിൽ ആ നശൂല എല്ലാവർക്കും ഒരു ശാപമാണ്. ഇത് കേട്ടോണ്ട് പെട്ടെന്ന് രോഗി തോടി വരുന്നുണ്ട്. അയ്യോ, എന്താ ശാരിയുടെ കുഞ്ഞിന് എന്ത് പറ്റി? അറിയില്ല രോഗിത്തെ, ആരോ കുഞ്ഞിനെ എടുത്തോണ്ട് പോയി. പോലീസ് കേസൊക്കെ നടന്നുകൊണ്ടിരിക്കുക, പോലീസുകാർ കണ്ടുപിടിക്കുമായിരിക്കും. ആരെങ്കിലും അതിനെ അങ്ങ് എടുത്തോണ്ട് പോയിക്കോട്ടെ എന്നിങ്ങനെ ശ്യാമ ദേഷ്യത്തോടെ പറയുമ്പം രോഹിത്ത് പറയാം, എടി ശ്യാമേ, അത് നിന്റെ ചേച്ചിയുടെ കുഞ്ഞ്. ഓ, ഒരു ചേച്ചി, കൂടുതലൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ എന്നും പറഞ്ഞ് രോഹിത്തിനോട് ദേഷ്യപ്പെട്ടിട്ട് ശ്യാമ അകത്തോട്ടങ്ങ് പോവുക. കുഞ്ഞിനെ ആരാ എടുത്തോണ്ട് പോയെന്ന് വല്ല വിവരമുണ്ടോ? ഇല്ല രോഹിത്തെ, അവിടെ ആകെ പ്രശ്നമാണ്. ശാലിനിയെ പൂട്ടാനും പടുകുഴിയിലോട്ട് തള്ളിവിടാനും ദാണ്ടെ ഒരു പടയൊരുക്കിക്കൊണ്ട് സുസ്മിത വരുന്നുണ്ട് സത്യഭാമയെ കാണാൻ. രാഘവേട്ടന് കഴിക്കാനുള്ള ഗുളികയായിട്ട് സത്യാമ്മ വന്നിരിക്കുക. അയ്യോ, എനിക്ക് വേണ്ട ഫാമേ, ആ ഗുളിക കഴിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത ക്ഷീണവും മയക്കുക. അയ്യോ, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല രാഘവേട്ട, ഡോക്ടർ തരുന്നതല്ലേ, ബ്ലഡ് ക്ലോട്ടാകാതിരിക്കാനുള്ള മരുന്നാണ്. ഇനി പോകുമ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ ഡോസേജ് കുറച്ച് ചോദിക്കാം ഡോക്ടറോട്. ഇതിപ്പോൾ കഴിക്ക് രാഘവേട്ട, എന്നാലല്ല അസുഖം ഭേദമാകൂ. അങ്ങനെ വല്ലച്ചാലും നിർബന്ധിച്ച് രാഘവേട്ടനെ കൊണ്ട് ആ ഗുളികയൊക്കെ കഴിപ്പിക്കുന്നുണ്ട്. ഇനി രാഘവേട്ടൻ കിടന്നുറങ്ങിക്കോ എന്നും പറഞ്ഞ് രാഘവേട്ടനെ തലാണിയൊക്കെ നേരെ വെച്ച് കൊടുത്ത് ബെഡ്ഷീറ്റൊക്കെ ഇങ്ങനെ പുതപ്പിച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. കഴിച്ച മരുന്നിൻ്റെ പവർ കൊണ്ടായിരിക്കും രാഘവേട്ടൻ പെട്ടെന്ന് ഉറങ്ങിക്കഴിഞ്ഞ് ദാണ്ട് ഒരു കാർ വന്ന് നിൽക്കുന്നുണ്ട്. കാറിൽ നിന്ന് സുസ്മിത ദാണ്ട് ഇറങ്ങി വരുന്നുണ്ട്. സുഹാസിനി ദേവി എന്ന കള്ളപ്പേരിൽ നടക്കുന്ന സന്യാസ വേഷമൊക്കെ അങ്ങോട്ട് മാറ്റി നല്ല ഗ്ലാമറായിട്ട് ഒരുങ്ങിയൊക്കെയാണ് സുസ്മിത വന്നിരിക്കുന്നത്. സത്യാമ്മ പുറത്തോട്ട് വരുമ്പോൾ സുസ്മിത ഇങ്ങനെ കയറി വരിക. അവളെ കണ്ടത് സത്യാമ്മയ്ക്ക് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട്. ഈ നശിച്ചവൾ എന്തിനാ ഇങ്ങോട്ട് കയറി വരുന്നേ? ഇനി ആർക്കെന്തോ വേലയും കൊണ്ടാണ് ഇവള് വരുന്നത്? എന്താ സത്യാമ്മ ഇങ്ങനെ തുറിച്ചു നോക്കുന്നത്? ഇനി ഞാൻ തന്നെയാ സത്യാമ്മയുടെ സ്വന്തം സുസ്മിത. നീ എന്നാടി എൻ്റെ സ്വന്തം സുസ്മിതയായത്? നിന്റെ സ്ഥാനം എന്നോ ഈ വീടിന് പുറത്ത്. ഞാൻ പുറത്ത് പോയിക്കോളാം, പക്ഷേ അകത്ത് കെട്ടിലമ്മ ചമഞ്ഞിരിക്കുന്നവളെയും കൂടെ പുറത്താക്കേണ്ടി വരും. അവൾ ചെയ്തു വെച്ച മഹത്വങ്ങൾ കൊണ്ട് സത്യാമ്മയ്ക്ക് എന്താ സംഭവിച്ചെന്ന് അറിയണ്ടേ? അപ്പോൾ പൊന്നിയും അങ്ങോട്ട് വന്ന് നോക്കി നിൽക്കുക. നീ ഞങ്ങളെ ഒരു കാര്യമായിട്ട് അറിയിക്കുകയും വേണ്ട, നീ പറയുന്നൊന്നും ഞങ്ങളാരും വിട്ട് വിശ്വസിക്കത്തതുമില്ല. വേണ്ട, വിശ്വസിക്കണമെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ സത്യാമ്മ ഇത് വന്ന് അറിയിക്കേണ്ടത് എൻ്റെ കടമയാണല്ലോ. എന്ത് നുണ പറയാനായിട്ടാ നീ ഇപ്പം ഇങ്ങോട്ട് കയറി വന്നിരിക്കുന്നത്? വിഷ്ണുവിനെ അവിടെ വെച്ചോ നീ കണ്ടുവെന്ന് പറയാനായിരിക്കും വന്നത്. എടി, ഇനിയും നീ ഇങ്ങനെ നുണകളുണ്ടാക്കി പറഞ്ഞ് കഷ്ടപ്പെടേണ്ട കാര്യമില്ല. എൻ്റെ മകൻ ഉടനെ തന്നെ എൻ്റെ അടുത്ത് എത്തും. സത്യാമ്മയെ തകർക്കാതെയും ശാലിനി ആ വീട് വിട്ട് ഇറക്കാതെയും സുസ്മിതയെ അടങ്ങില്ലല്ലോ. അവൾ പറയാ,
മകൻ സത്യാമ്മയുടെ അടുത്ത് എത്തുന്നതാണോ അതോ സത്യാമ്മ മകൻ്റെ അടുത്ത് എത്തുന്നതായിരിക്കും ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ഇവളാ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാകാതെ സത്യാമ്മയും പൊന്നിയും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. സുസ്മിത വിടുന്ന പാടില്ല. ഇനി അല്ലെങ്കിലും അങ്ങനെയൊക്കെ സംഭവിക്കാൻ പറ്റത്തുള്ളൂ. സത്യാമ്മയ്ക്ക് ഷുഗറും പ്രഷറും ഒക്കെ ഉള്ളതല്ലേ. ഒന്ന് നിർത്തിയിട്ട് ഇറങ്ങിപ്പോടി. ഇവിടെ നിന്ന് നീ ഇനി അധികം നാവാടാനൊന്നും നിൽക്കണ്ട. ഇവിടെ ഉള്ളവർക്കൊക്കെ നിന്നെ കാണുന്നു തന്നെ ചതുർത്ഥിയ. സുസ്മിതയെ നീ ഇവിടുന്ന് പൊയ്ക്കോ. ഇനി നിന്റെ ഒരടവും ഇവിടെ ചെലവാകില്ല. ഞാൻ പോയേക്കാം സത്യാമ്മേ. പോകുന്നതിന് മുമ്പ് ഒരു യഥാർത്ഥ ചതിയുടെ സത്യം അറിയിക്കണമെന്നുണ്ട്. അത് ഞാൻ സത്യാമ്മയെ അറിയിക്കാതെ പോയാൽ ഞാൻ എന്നോട് തന്നെ ചെയ്യുന്ന വലിയ ദ്രോഹമായിട്ടത് മാറും. എടി സുസ്മിത, നീ പറയുന്ന ഒന്നും എനിക്ക് കേൾക്കണ്ട. എത്രയും പെട്ടെന്ന് നീ വീട്ടിൽ നിന്ന് ഇറങ്ങിത്തന്നാൽ മാത്രം മതി. അത് ശരിയാ സത്യാമ്മേ. അല്ലെങ്കിൽ കള്ളത്തരം പറഞ്ഞിവിടെ ജീവിക്കുന്നവർക്ക് മാർക്കറ്റിൽ വിലയുള്ളൂ. അവരെയൊക്കെ വേണമെങ്കിൽ അകത്തളത്തിലിരുത്തി വാഴിക്കുകയും ചെയ്യും. സത്യം പറയാൻ വരുന്നവർക്ക് എന്ന സ്ഥാനമാണെങ്കിലോ പടിക്ക് പുറത്തും. അതെന്താണെന്ന് അറിയാവോ സുസ്മിതെ? കള്ളങ്ങളുടെ ലോകത്ത് മാത്രം ജീവിക്കുന്നവരുടെ സ്ഥാനമേ എന്നും പടിക്ക് പുറത്തു തന്നെ ആയിരിക്കും. അതിൽ പരിഭവിച്ചിട്ടോ പരാതി പറഞ്ഞിട്ടോ ഒരു കാര്യവുമില്ല. ജീവിക്കുമ്പോൾ നല്ലത് പറഞ്ഞ് ജീവിക്കണം. അല്ലെങ്കിൽ വെറുക്കപ്പെട്ടവളായി ദാണ്ട ഇങ്ങനെ വന്ന് നീ നിൽക്കേണ്ടി വരും. അയ്യോ, അതൊക്കെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഒരുപാട് ദ്രോഹങ്ങൾ നിങ്ങളോടും ഈ കുടുംബാംഗങ്ങളോടും ഞാൻ ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ ഒരു പ്രായശ്ചിത്തവും പരിഹാരമായിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കാം. ഇത്രയും നാളും ഒരു വലിയ ചതിയുടെ സത്യം മനസ്സിലാക്കാതെയാണ് നിങ്ങൾ ജീവിച്ചത്. സ്വന്തം മകൻ തിരിച്ചു വരുന്നതും കാത്തിരിക്കുന്ന ഒരമ്മയോട് ആ മകൻ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്നുള്ള സത്യം അതറിയിക്കാൻ തന്നെയാണ് സത്യമേ ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഓ, അത് കൊള്ളാം. അപ്പോൾ പുതിയ നുണയുമായിട്ടാണ് നീ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കത്തില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറയുന്നതിനൊക്കെയുള്ള വ്യക്തമായ തെളിവ് കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സുസ്മിത പെട്ടെന്ന് കാറിലിരിക്കുന്ന രാഹുലിനെ അങ്ങോട്ട് വിളിച്ചു വരുത്തുവാണ്. രാഹുൽ, നിങ്ങൾക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ സത്യാമ്മയോട് പറ. രാഹുൽ ഉടനെ ബാഗിൽ നിന്നൊരു ഫയൽ എടുത്തിട്ട് അതിൽ നിന്നൊരു പേപ്പർ എടുത്ത് സത്യാമ്മയുടെ നേരെ നീട്ടിയിട്ട് പറ, ഇത് വിഷ്ണു എന്ന അമ്മയുടെ മകൻ മരിച്ചതിനുള്ള ഡെത്ത് സർട്ടിഫിക്കറ്റാണ്. സത്യാമ്മ ഉടനെ ചോദിക്കുക, നിങ്ങൾ എന്തായി പറയുന്നത്? എൻ്റെ മകൻ വിഷ്ണു മരിച്ചെന്നോ? സുസ്മിത പറയാം, അതെ, പറഞ്ഞു കൊടുക്കൂ രാഹുലല്ല. എന്നിട്ട് അടുത്ത ഒരു പേപ്പർ എടുത്ത് കാണിച്ചിട്ട് പറയുന്നു, ഇത് വിഷ്ണുവിൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് കാണിച്ച് ശാലിനി മാഡം ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് വാങ്ങിച്ച 30 ലക്ഷത്തിൻ്റെ പേപ്പറാണ്. സത്യാമ്മ ഇതൊന്നും അങ്ങോട്ട് വിശ്വസിക്കുന്നില്ല. നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? എന്തിനാണ് നിങ്ങളിങ്ങനെ വന്ന് കള്ളങ്ങളൊക്കെ പറയുന്നത്? എൻ്റെ മകൻ മരിച്ചിട്ടില്ല, അവൻ എവിടെയോ ജീവിച്ചിരിപ്പുണ്ട്. സത്യാമ്മേ, നിങ്ങളുടെ മകൻ ഒരിടത്തും ജീവിച്ചിരിപ്പില്ല. നിങ്ങളുടെ കളക്ടർ മരുമോളെ ഇതിൽ നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട്. അതിനുള്ള ഫലം അവൾക്ക് കിട്ടുകയും ചെയ്ത് 30 ലക്ഷം രൂപ. സത്യാമ്മ പെട്ടെന്ന് ഓർക്കുക, വിഷ്ണുവിൻ്റെ ഇൻഷുറൻസ് മുടങ്ങിയെന്നും പറഞ്ഞ് വന്ന പേപ്പറാ എന്നും പറഞ്ഞ് ശാലിനിയുടെ കയ്യിലോട്ട് അത് കൊടുത്തത്. കുടുംബവും വേണ്ട കുട്ടികളും വേണ്ട എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവനൊക്കെ ഇൻഷുറൻസിൻ്റെ തുകയൊക്കെ അടയ്ക്കൂ. മോളത് എന്താന്ന് വെച്ചാൽ ചെയ് എന്നിങ്ങനെ ശാലിനിയോട് പറഞ്ഞത് ഓർക്കുക. ഇല്ല, ഇത് ഞാൻ വിശ്വസിക്കില്ല. അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല. ഓ, സത്യാമ്മ കള്ളങ്ങൾ കൊണ്ട് കൊട്ടാരം ചെയ്യുന്നവളെന്നാണല്ലോ എന്നെ വിശേഷിപ്പിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ മരുമകൾ ചെയ്തത് എന്താ? മകനെ കൊന്നിട്ട് അവൻ്റെ മരണം വിറ്റ് കാശാക്കി. ഇതൊന്നും അറിയാതെ മകനെ കാത്തിരിക്കുന്ന സത്യാമ്മയോട് അവൾ എന്താ പറഞ്ഞത്? മകൻ വരും, ഉടനെ വരും എന്നൊക്കെയല്ലേ? സത്യാമ്മ ഇതൊന്ന് നോക്കിക്കേ, ഇതേ ഡെത്ത് സർട്ടിഫിക്കറ്റാ. സത്യാമ്മയെ പേപ്പർ വാങ്ങിച്ചിട്ട് വിറച്ചിട്ട് ആ കയ്യിൽ നിന്ന് ആ പേപ്പർ അങ്ങ് താഴെ വീഴുക. എന്നിട്ട് അടുത്ത പേപ്പർ അങ്ങോട്ട് കൊടുക്കുക. ഇത് ശാലിനി വിഷ്ണുവിൻ്റെ ഇൻഷുറൻസ് തുക തട്ടിയ 30 ലക്ഷത്തിൻ്റെ പേപ്പറാണ്. ഒന്ന് പൊട്ടിക്കരയാൻ പോലും ആകാതെ വിറച്ചു നിൽക്കുന്ന സത്യാമ്മയുടെ നേരെ അവൾ പറയുക, നിങ്ങളെ ഒന്ന് ബോഡി കാണിക്കാൻ പോലും അവൾ സമ്മതിച്ചില്ലല്ലോ. ഞാൻ പറയുന്ന സത്യമാണ് സത്യാമ്മേ, വിഷ്ണു മരിച്ചു. വിശ്വസിക്കാനാകാതെ ഒരു പ്രാന്തിയെപ്പോലെ നോക്കി നിൽക്കുന്ന സത്യാമ്മയെ നോക്കിയിട്ട് സുസ്മിത വീണ്ടും പറയാം, ഞാൻ പറയുന്ന സത്യാമ്മേ, സത്യാമ്മയുടെ മകൻ വിഷ്ണു മരിച്ചു. സത്യാമ്മ നോക്കുമ്പോൾ സത്യാമ്മയെ നോക്കി ചിരിച്ചോണ്ട് നിൽക്കുന്ന വിഷ്ണുവിൻ്റെ രൂപമാണ് കാണുന്നത്. മോനെ വിഷ്ണു എന്ന് വിളിച്ച് സത്യാമ്മ ബോധം കെട്ടങ്ങ് വീണു. ഭയന്ന് വിറച്ച് പൊന്നി സത്യാമ്മയെ അലറി വിളിച്ചിട്ടും സത്യാമ്മയിൽ നിന്നും ഒരനക്കവും ഇല്ല. പൊന്നി ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്, എന്തൊരു ക്രൂരതയാണ് നിങ്ങൾ ഈ കാണിച്ചത് എന്ന് പറഞ്ഞിട്ട് പൊന്നി ഓടിപ്പോയി വെള്ളമെടുത്തുകൊണ്ട് സത്യാമ്മയുടെ ദേഹത്ത് തളിക്കുന്നു. അങ്ങനെ പതുക്കെ സത്യാമ്മ കണ്ണ് തുറക്കുന്നുണ്ട്. എൻ്റെ വിഷ്ണു, മോനെ വിഷ്ണു എന്ന് പറഞ്ഞ സത്യാമ്മ അലമുറയിടുക. പക്ഷെ ഇതൊന്നും അറിയാതെ രാഘവേട്ടൻ നല്ല ഉറക്കമാണ്. സത്യാമ്മ നെഞ്ചത്ത് കൈവച്ച് പൊട്ടിക്കരയുന്ന കാണുമ്പോൾ സുസ്മിതയ്ക്ക് എന്താ ഒരു സന്തോഷം. ഒന്ന് മാത്രമല്ല അവൾ കണ്ടല്ലോ, ഇനിയും കാണാൻ കിടക്കുന്നതല്ലേ ശാലിനിയോട് ചെയ്യാൻ പോകുന്ന പ്രതികാരം. അതിനുവേണ്ടി ഇനി സത്യാമ്മ എങ്ങനെയൊക്കെ ശാലിനിയോട് വെറുപ്പ് തോന്നിക്കാവോ ആ രീതിക്കൊക്കെ പറയണം. ഞാനിത് വിശ്വസിക്കില്ല, എൻ്റെ മകൻ മരിച്ചിട്ടില്ല, എൻ്റെ മകൻ ജീവിച്ചിരിപ്പുണ്ട് എന്നും പറഞ്ഞ് പിച്ചും പേയും പറഞ്ഞ് അലമുറയിടുവാണ് സത്യാമ്മ. എൻ്റെ മകൻ എവിടെയോ ജീവിച്ചിരിപ്പുണ്ട്, എനിക്കിനി ഒന്നും കേൾക്കണ്ട.
സത്യാമ്മേ, നിങ്ങളുടെ മകൻ വിഷ്ണു മരിച്ചു. ആ സത്യം സത്യാമ്മ ഉൾക്കൊള്ളുക തന്നെ വേണം. പക്ഷെ അതൊക്കെ അറിഞ്ഞിട്ടും സത്യാമ്മയെ അറിയിക്കാതെ രഹസ്യമായ കാര്യങ്ങൾ നീക്കിയ ശാലിനി ഒരു വിധത്തിലും സത്യാമ്മയെ അംഗീകരിക്കരുത്. ഒരു സംശയം തോന്നാത്ത വിധത്തിൽ എത്ര വിദഗ്ധമായിട്ടാണ് അവൾ വിഷ്ണുവിനെ കൊന്നത്. എന്നിട്ട് ആ ഇൻഷുറൻസ് തുക മുഴുവനും തട്ടിയെടുത്ത്. ആ ശരീരം പോലും നിങ്ങളെ ആരെയും അവൾ കാണിച്ചില്ല. പെറ്റ വയറിനെയും ആ അച്ഛനെയും. എന്തിന്, വിഷ്ണുവിൻ്റെ സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലും എല്ലാം മറച്ചു വെച്ച് ചതിച്ചു. കർമ്മങ്ങൾ ചെയ്യാൻ പോലും അവൾ അനുവദിച്ചില്ല. വിഷ്ണുവിൻ്റെ ആത്മാവ് മോശം കിട്ടാതെ അലയുന്നുണ്ടാവും. സ്വന്തം മകനെ ഓർത്ത് കരയുന്ന അമ്മയോടാണ് ഒരു മനസാക്ഷിയില്ലാതെ ആ ദുഷ്ട ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ശാലിനിയെ അവിടുന്ന് സത്യാമ്മ ചവിട്ടി പുറത്താക്കണം. അതാണ് അവിടുത്തെ നോട്ടം. മാപ്പർഹിക്കാത്ത തെറ്റ്, പൊറുക്കാനാവാത്ത ചതി. ഇനി ഒരമ്മയ്ക്കും ഇങ്ങനൊരു ഗതി വരരുത്. അവളെ ഇനി എങ്ങനെ നേരിടണമെന്ന് സത്യാമ്മയ്ക്ക് ഞാൻ പറഞ്ഞു തരേണ്ടതില്ലല്ലോ. സത്യാമ്മ ചങ്ക് പൊട്ടി നിലവിളിക്കുക, വിഷ്ണു മോനെ, എൻ്റെ മോൻ ജീവിച്ചിരിപ്പുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് സത്യാമ്മ വീണ്ടും ബോധം കെട്ട് വീണു. പൊന്നി അലറി കരയുന്നുണ്ട്. സത്യാമ്മയെ, എഴുന്നേക്ക് സത്യാമ്മേ. അയ്യോ ഈശ്വര, കണ്ണു തുറക്കുന്നില്ലല്ലോ. അങ്ങനെ വന്ന കാര്യം വളരെ വിജയകരമായി സാധിച്ച ഒരു സന്തോഷത്തിൽ സുസ്മിത സത്യാമ്മയെ നോക്കി ഇങ്ങനെ നിൽക്കുവാണ്. റസാക്കിനെ കാണാനായിട്ട് തന്നെ ശിവൻ പോലീസ് സ്റ്റേഷനിലോട്ട് വരുന്നുണ്ട്. വാതൊക്കെ നിൽക്കുന്ന പോലീസുകാരൻ ശിവനോട് പറയുന്നു, ഡോ തൻ്റെ വണ്ടി അങ്ങോട്ട് മാറ്റിയിട്, CI സാറിന് ഇപ്പോൾ പുറത്തോട്ട് പോകാനുള്ളതാ. CI സാറിന് പോകാനുള്ള വഴിയല്ലേ, ഇത് തന്നെ ധാരാളമാണ്. നിങ്ങളിത് എവിടെ പോവാ? എനിക്ക് റസാക്കിനെ ഒന്ന് കാണണം. അതെ, റസാഖേമാനെ ഒന്ന് കാണണമെന്ന്. ഒന്നിച്ച് പഠിച്ച കാലത്തെ ഒരു കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. റസാഖ് അത് കണ്ടിട്ട് അവിടെ നിൽക്കുന്ന പോലീസുകാരനോട് പറഞ്ഞു, ഡോ അവനെ ഇങ്ങോട്ട് കടത്തിവിട്. ഇതെന്താടാ, നിന്റെ അച്ചി വീടാണോ തോന്നും പോലെ ഇങ്ങോട്ട് കയറി വരാനായിട്ട്? അയ്യോ ചൂടാകല്ലേ ബ്രോ, നിന്നെപ്പോലൊരു സഹപാഠി ഇവിടെ ഉണ്ടല്ലോ എന്ന് ഓർത്തിട്ടുള്ള വരവല്ലേ. റസാഖ് ദേഷ്യത്തോടെ പറയാം, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, കോൾ മീ സാർ. എൻ്റെ റസാഖെ, നിന്റെ മുഖത്ത് നോക്കി എനിക്കങ്ങനെ വിളിക്കാൻ പറ്റത്തില്ലടാ. പിന്നാണെങ്കിൽ എനിക്ക് വിളിക്കാൻ പറ്റുന്ന നിന്റെ ആ പഴയ പേരില്ലേ, എസ്കോട്ടെന്ന്. ദേഷ്യപ്പെടല്ലേ റസാഖെ, ഞാൻ വന്നത് ഒരു കാര്യം അറിയാനാ. ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറഞ്ഞാൽ അപ്പോൾ തന്നെ ഞാനിവിടെ നിന്ന് പോയേക്കാം. നീ സംശയിച്ച് പിടിച്ചുകൊണ്ട് വന്നൊരു കുട്ടിയും സ്ത്രീയില്ലേ, അതിനാ കുട്ടി അല്ലായിരുന്നല്ലോടാ? അതെനിക്ക് അറിയാൻ റസാക്ക. എങ്കിലേ ആ കുട്ടിയെ അമ്മയെ എനിക്ക് ഒന്നുകൂടി ഒന്ന് കാണണം. ഹോസ്പിറ്റലിൽ കിടക്കുന്ന കുട്ടിയുടെ അമ്മയ്ക്ക് ശാരികയ്ക്കൊരു സഹായം ചെയ്യാമെന്ന് കരുതിയ. ആഹാ, അത് കൊള്ളാമല്ലോ. അപ്പം നീ ആ കുടുംബത്തിൽ കയറി അങ്ങ് രക്ഷകം കളിക്കുവാണല്ലോ. അവരുടെ ഏക അത്താണിയായിട്ട് നീ അങ്ങ് മാറി. മിടുക്കൻ. അങ്ങനെ മാറാതെ പറ്റില്ലല്ലോ. നീയൊക്കെ നിന്റെ ജോലി വെടിപ്പാട്ട് ചെയ്യാത്തത് കൊണ്ടല്ലേ എന്നെ പോലെയുള്ളവർക്ക് നിന്റെ ജോലി ചെയ്യേണ്ടി വരുന്നത്. അയ്യോ, അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, അകത്തോട്ട് കയറി എൻ്റെ കസാരയിലോട്ട് കയറി അങ്ങിരുന്നു. എന്നിട്ട് നിനക്കൊരു തൊപ്പിയും വെച്ചുതരാം. എൻ്റെ റസാക്കെ, നീ വീണ്ടും വീണ്ടും മണ്ടനാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുവാണല്ലോടാ. ഇവിടെ കെട്ടിക്കിടക്കുന്ന കേസെന്ന് പറയുമ്പോൾ കേസന്വേഷണത്തിന് നിന്നെ കൊള്ളില്ലെന്നല്ലേ നാട്ടുകാർ വിചാരിക്കൂ. ഇറങ്ങടാ വെളിയിൽ, ഇനി ഇവിടെ നിന്ന് ഒരു അക്ഷരം മിണ്ടിപ്പോകരുത് എന്ന് പറഞ്ഞ് ശിവനെ പിടിച്ചൊരു തള്ളു തള്ളുന്നുണ്ട്. പിടിച്ച് പുറത്താക്കണോ ഇവനെ എന്ന് മറ്റുള്ള പോലീസുകാരോട് പറയുന്നുണ്ട്. ശിവൻ വീണ്ടും നാണ്ട റസാഖിന്റെ അടുത്തോട്ട് ചെല്ലുക. നീ അപ്പ കുഞ്ഞിനെയും തള്ളയും കുറിച്ച് ഒന്നും പറയില്ല. നീ ഒരുപാട് ബുദ്ധിയുള്ളവനല്ലേ, പോയി കണ്ടുപിടിക്കടാ. എന്നാ ശരിയടാ റസാഖെ, നിന്റെ സഹായമില്ലാതെ ആ കുഞ്ഞിനെയും തള്ളയും കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അപ്പോൾ കമലന്റെ ഫോൺ ശിവന് വരുന്നുണ്ട്. എടാ കമല, നീ എവിടെ ഉണ്ട്? ഞാനിവിടെ സ്റ്റേഷൻ എടുത്തുണ്ടാച്ചാനെ. കുട്ടിയെക്കുറിച്ച് വല്ല വിവരവും കിട്ടിയ? ഇല്ലടാ കമല, പക്ഷെ നിന്നെ എനിക്കൊന്ന് അത്യാവശ്യമായിട്ട് കാണണമല്ലോ. അതിനെന്താ, ആശാൻ പറഞ്ഞാൽ മതി, എവിടെയാണെന്ന് പറഞ്ഞാൽ ഞാൻ വന്നോളാം. എടാ റസാക്കെ, ഇന്ന് ഇരുട്ടി വെളുക്കുന്നതിന് മുമ്പ് ആ കുഞ്ഞിനെയും തള്ളയും ഞാൻ കണ്ടുപിടിക്കും. പോലീസുകാർ മാത്രമല്ലല്ലോ ഇവിടെ കാക്കിയിടുന്നവര്, സാധാരണക്കാരായ ഓട്ടോ തൊഴിലാളികളും കാക്കിയിടുന്നുണ്ട്. ഈ കൊച്ചിനെയും തള്ളയും കണ്ടുപിടിക്കാൻ എനിക്ക് ആ കാക്കി ധാരാളം മതി. സാധാരണക്കാരുടെ മനസ്സ് മനസ്സിലാക്കുന്ന ആ കാക്കയാവുമ്പോൾ കുറച്ച് ആത്മാർത്ഥതയുണ്ടാവും, ഉള്ളിൽ കുറച്ച് നന്മയും. പിന്നെ നിന്നോടുള്ള സ്നേഹത്തിന്റെ പുറത്ത് പറയുക. കേരളത്തിലുള്ള ലക്ഷോപലക്ഷം കാക്കി തൊഴിലാളികൾ സംഘടിച്ചാൽ പിന്നെ നിന്റെ ഈ കാക്കി പിന്നെ ഒന്നുമില്ലാതായി പോയി കൊച്ചു കേരളത്തിൽ. അപ്പോൾ ഞാൻ വരട്ടെടാ എസ്കോർട്ടെ എന്ന് പറഞ്ഞിട്ട് ശിവൻ അവിടുന്ന് പോവുക. അപ്പോൾ ഫ്രണ്ട്സ്, ശിവൻ എന്തോ ഉഗ്രൻ പണിയായിട്ട് വരുന്നുണ്ടെന്ന് റസാക്ക് മനസ്സിലാക്കി എന്തോ ഒരു ടെൻഷനിൽ അങ്ങനെ റസാക്ക് നിൽക്കുവാണ്. സുസ്മിത വന്ന സത്യാമ്മയുടെ വിഷ്ണുവിൻ്റെ മരണവിവരം പറഞ്ഞതൊന്നും ശാലിനി അറിഞ്ഞിട്ടില്ല. പാവം, ഇതൊന്നും അറിയാതെ ആയിരിക്കും ശാലിനി അങ്ങോട്ട് കയറി വരുന്നത്. അപ്പോഴവിടെ ഉണ്ടാകുന്ന രംഗം എങ്ങനെയായിരിക്കും? സത്യാമ്മ ശാലിനി അകത്ത് കയറ്റുമോ? ശാലിനി എങ്ങനെയൊക്കെ ആ സത്യാവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാലും അത് സത്യാമ്മ വിശ്വസിക്കുമോ? ഏതായാലും സുസ്മിതയുടെ പകരം വീട്ടിൽ ഒരു ഒന്നൊന്നര പണിയായിപ്പോയി. കണ്ണിൽ ചോരയില്ലാതെ, ഒരു മനസാക്ഷിയില്ലാതെ സുസ്മിത വന്ന് കാണിച്ച ഈ പ്രവൃത്തിക്ക്
എന്തായാലും ശാലിനി ശരിയായ ഒരു തിരിച്ചടി ഉടനെ തന്നെ സുസ്മിതയ്ക്ക് കൊടുക്കും. സുഹാസിനി ദേവി എന്ന കള്ളപ്പേരിൽ ആശ്രമത്തിൽ ജീവിക്കുന്ന അവളുടെ യഥാർത്ഥ ചിത്രം എന്താണെന്ന് ശാലിനി അവിടെ ചെന്ന് ആ സ്വാമിക്കും എല്ലാവർക്കും ആ സത്യങ്ങൾ ബോധ്യപ്പെടുത്തും. അങ്ങനെ അവരെല്ലാവരും ചേർന്ന് സുസ്മിതയെ അവിടെ നിന്ന് അടിച്ച് പുറത്താക്കും എന്നുള്ള പ്രതീക്ഷയോടെ നാളത്തെ റിവ്യൂ നമുക്ക് കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.